Good afternoon, everyone. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Okay, good afternoon. Okay, how are you all? I'm fine. Fine. Ma'am. Okay. What about your practice? Practice എങ്ങനെ പോകുന്നു? പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? Yes, ma'am. Yes. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ can and could എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. സോ ക്ലിയർ ആണോ? any ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? പറയൂ, ക്ലിയർ ആണോ? any ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, can and could. നമ്മള് can യൂസ് ചെയ്യുന്നത് നമ്മുടെ എബിലിറ്റി പറയാനാണ്, അല്ലെ? can മീനിങ് എന്താ? നമുക്ക് കഴിയും, നമുക്ക് പറ്റും, സാധിക്കും എന്ന് പറയുന്നതാണ്, അല്ലെ? ഒരു എബിലിറ്റി ആണ്. എനിക്കിപ്പോ പാട്ട് പാടാൻ പറ്റും, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെ? എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഇതൊക്കെ എന്റെ ഒരു എബിലിറ്റി ആണ്. എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, അല്ലെ? എനിക്കൊരു സ്റ്റോറി റൈറ്റിംഗ് ചെയ്യാൻ അറിയാം. സോ അതൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ എബിലിറ്റി ആണ്, അതൊരു നമ്മുടെ കഴിവാണ്, നമുക്കത് പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെ? എപ്പോഴും അറ്റ് പ്രസന്റില് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊരു എബിലിറ്റി ആണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അത് നമ്മൾ ക്യാൻ വെച്ചിട്ടാണ് പറയാം. അതായത് I can speak English. I can speak English. Then I can sing. I can dance. എന്നൊക്കെ പറയാം. I can dance. I can write the novel. I can write novels എന്ന് പറയാം. നോവൽ എഴുതാൻ പറ്റും. സോ അതെല്ലാം നമ്മുടെ എബിലിറ്റി ആണ്, നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നെങ്കിലോ നെഗറ്റീവ് ആണ്, അല്ലെ? എനിക്കത് പറ്റില്ല, എനിക്കത് കഴിയില്ല എന്ന് പറയുമ്പോൾ I can't പറയണം. I can't speak in English, അല്ലെ? I can't speak English fluently. എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല, അല്ലെ? I can't do anything. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് അത് ചെയ്യാൻ അറിയില്ല എന്നാണ് I can't do it. ഞാൻ ചെയ്യില്ല, I can't do it എന്ന് പറയാം. സോ can എന്റെ നെഗറ്റീവ് ആണ് can't. ഒരു എബിലിറ്റി പറയാനാണ് നമ്മൾ can യൂസ് ചെയ്യാം. ഓക്കെ, എനിക്ക് അവിടെ പോവാൻ പറ്റും. I can go there. എനിക്ക് അവിടെ പോവാൻ പറ്റും. I can go there എന്ന് പറയാം. ഓക്കെ, സോ എബിലിറ്റി ആണ് നമ്മൾ can വെച്ചിട്ട് കൂടുതലും പറയാറ്. പോസിബിലിറ്റിന് ചാൻസ് വളരെ കുറവാണ്. നമ്മളങ്ങനെ can വെച്ചിട്ട് അധികം യൂസേജ് കുറവാണ്, പറയാറില്ല. ദെൻ പെർമിഷൻ ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ കൊളീഗ്സോ നിങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അത്രയും നിങ്ങൾക്ക് കംഫർട്ടബിൾ സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് can വെച്ചിട്ട് അവരോട് ചോദിക്കാം. അതായത് can you give me the pen ചോദിക്കാം. അല്ലെങ്കിൽ can I take your pen? ഞാൻ നിന്റെ പെൻ എടുത്തോട്ടെ. can I take your pen എന്ന് ചോദിക്കാം. അവിടെ നിങ്ങൾ can യൂസ് ചെയ്യാം. അവിടെ നമുക്ക് റെസ്പെക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ ഇവിടെ ഞാൻ നിന്റെ പെൻ എടുത്തോട്ടെ എന്നാ ചോദിക്കാം, അല്ലെ? അപ്പൊ can I take your pen ചോദിക്കാം. Then നമുക്ക് പെർമിഷൻ ആണ്, നമുക്ക് എന്ത് പെർമിഷൻ വേണ്ടി കൊടുക്കാം. you can use my pen. നീ എന്റെ പേൻ എടുത്തോളൂ, നീ എന്റെ പേൻ യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? പെർമിഷൻ ആണ്. സോ പെർമിഷൻ ചോദിക്കാൻ നമുക്ക് can ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം. അവിടെ റെസ്പെക്റ്റിന്റെ ആവശ്യമില്ല എങ്കിൽ നമുക്കവിടെ can വെച്ചിട്ട് ചോദിക്കാം. അതുപോലെ തന്നെയാണ് റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കംഫർട്ട് സോൺ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒക്കെ ആകുമ്പോൾ ആണ് can കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിൽ ഓഫർ പറയാം. can I help you? ഇങ്ങനെ ഹെൽപ്പ് ചെയ്യട്ടെ, can I help you? ഓക്കെ, അപ്പൊ ഇങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റ് ആയാലും പെർമിഷൻ ആയാലും ഓഫർ ആയാലും ഈ can അവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ അത്രയും അടുത്ത് അറിയാവുന്ന ആൾക്കാരോട് മാത്രമാണ്. റെസ്പെക്ട് വേണമെങ്കിൽ ഒരിക്കലും നമുക്ക് can യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ഓഫീസേഴ്സോ, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ സാറന്മാർ, ടീച്ചേഴ്സിനോട്, ഓഫീസിലാണെങ്കിൽ നമ്മുടെ സീനിയർ ഓഫീസേഴ്സിനോടൊക്കെ നമ്മൾ ഒരിക്കലും can വെച്ചിട്ടൊരു കാര്യം ചോദിക്കാൻ പാടില്ല. അവിടെ പൊളൈറ്റി ആവശ്യമാണ്, അവിടെ റെസ്പെക്ട് ആവശ്യമാണ്. ഇതൊന്നും വേണ്ടാത്ത സ്ഥലങ്ങളിലാണ് നമുക്ക് can വെച്ചിട്ട് റിക്വസ്റ്റോ പെർമിഷനോ ചോദിക്കാൻ പറ്റും.
ഓക്കെ. ഇവിടെ അഫർമേറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ക്യാൻസ് ആണ്. നെഗറ്റീവും പോസിറ്റീവും ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒക്കെയാണ് ക്യാൻ വെച്ചിട്ട് ചോദിക്കാവുന്നത്. ഇങ്ങനെയെല്ലാം ഇതാണ് ക്യാനിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്യാൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് കുഡ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു എബിലിറ്റി പറയാനായിട്ട് ക്യാൻ യൂസ് ചെയ്യാം പ്രസന്റില്. ഇനിയിപ്പോ പാസ്റ്റിൽ ഒരു എബിലിറ്റി ആണെങ്കിൽ എനിക്ക് അന്ന് ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയണം. അപ്പൊ പാസ്റ്റിൽ ഒരു എബിലിറ്റി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യാൻ അല്ല, കുഡ് ആണ്. ഓക്കെ, ഐ കുഡ് പ്ലേ ദ ഗിറ്റാർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗിറ്റാർ വായിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെയാ പറയാം. Then I could play guitar. I could play cricket during my school. സ്കൂൾ ആ ടൈമില് ക്രിക്കറ്റ് കളിക്കായിരുന്നു, മനസ്സിലായോ? അപ്പോ അന്ന് പറ്റുമായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുഡ്. അതൊരു എബിലിറ്റി, പാസ്റ്റ് എബിലിറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കുഡ് എന്ന് പറയുന്ന മൊഡൽ വെർബ്. ഓക്കെ, ഇനിയിപ്പോ പോസിബിലിറ്റി പറയാം. പോസിബിലിറ്റി മീൻസ് ഒരു സാധ്യതയാണ്. ട്രെയിൻ കുഡ് ബി ലേറ്റ്. ട്രെയിൻ ലേറ്റ് ആയിരിക്കാം. ഓക്കെ, ട്രെയിൻ ലേറ്റ് ആയേക്കാം എന്ന് പറയാം. അതൊരു സാധ്യതയാണ്. അപ്പൊ പോസിബിലിറ്റി പറയാൻ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. അത് ഫ്യൂച്ചർ ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും ഏത് ടെൻസ് ആണെങ്കിലും നമ്മൾ പോസിബിലിറ്റി പറയുമ്പോൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫ്യൂച്ചർ ആണെങ്കിലോ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു കുഡ് ഫെയിൽ ദ എക്സാം. നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ എക്സാമിന് ഫെയിൽ ആകും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ്, മനസ്സിലായോ? അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പാസ്റ്റില്. റോബർട്ട് കുഡ് ഹാവ് ഗോട്ടൺ ദി ജോബ് ഇഫ് ഹി ഹാഡ് ഗോൺ ടു ദ ഇന്റർവ്യൂ. ഇഫ് ആണ് അവിടെ, ഇഫ് ഹി ഹാഡ് ഗോൺ ടു ദ ഇന്റർവ്യൂ. അതായത് നീ ഇന്റർവ്യൂ പോയില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടിയേനെ. അത് പാസ്റ്റ് ആണ്, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. സോ പാസ്റ്റിൽ ഒരു കാര്യമാണ്, പാസ്റ്റിൽ ഒരു കാര്യം നമ്മുടെ പോസിബിലിറ്റി പറഞ്ഞതാണ്. അത് നമ്മൾ കുഡ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എങ്ങനെയും നമുക്ക് ഇവിടെ കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ക്യാൻ പറഞ്ഞു. എക്സ്പ്രഷൻസ്, പെർമിഷൻ ചോദിക്കാനോ, റിക്വസ്റ്റ് ചോദിക്കാനോ, ഓഫർ പറയാനൊക്കെ ക്യാൻ എങ്ങനെയാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ സെയിം ആണ് ഇവിടെ കുഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊളൈറ്റ്നെസ് കൂടുതലാണ്. could you please give me the pen എന്ന് ചോദിക്കുമോ, ദയവായി നിന്റെ പെൻ തരാമോ. അതൊരു പൊളൈറ്റ്നെസ് ആണ്, ഒരു റെസ്പെക്ട് ആണ്. ആ റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു നമ്മുടെ ഓഫീസേഴ്സ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ഓഫീസർ ആണെങ്കിലും ടീച്ചേഴ്സിനോടായാലും നമ്മൾ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുമ്പോൾ, റെസ്പെക്റ്റോട് കൂടി ഒരു റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. ഓക്കെ, could I take your pen? ഞാൻ നിന്റെ പെൻ എടുത്തോട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ്, അത് എക്സ്പ്രസ് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്, ഒരു പൊളൈറ്റ്നെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് ക്യാനിന്റെയും കുഡിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് യൂസേജ് ഒന്നും യാതൊരു ചേഞ്ചസ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? എക്സ്പ്രഷൻസ് ആണ് ചേഞ്ച് ആവുന്നത്. ക്യാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്രണ്ട് സർക്കിൾ, ഒരു കംഫർട്ട് സോൺ, ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി പൊളൈറ്റ്നെസ്, റെസ്പെക്റ്റോട് കൂടി ഒരു കാര്യം ചോദിക്കുമ്പോഴാണ്. ഇതാണ് ക്യാൻ ആൻഡ് കുഡ് ഡിഫറൻസ്. ക്ലിയർ ആയോ? യെസ്. ഇനി നെക്സ്റ്റ് കുഡ് ബി. നമുക്ക് കുഡ് ബി എങ്ങനെ യൂസ് ചെയ്യാം? കുഡിന്റെ കൂടെ നമ്മൾ കുഡ് ബി ഒക്കെ പറയാറുണ്ട് അല്ലെ. കുഡ് ബി പറയും, കുഡ് ഹാവ് പറയും, കുഡ് ഹാവ് ബീൻ പറയും. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ എങ്ങനെയാ വരാ? കുഡ് ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും. അതായത് ഇപ്പോ നമ്മൾ വീടിനകത്ത് ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കളോ ആരെങ്കിലും പറയണം, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയാണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ പറയും ചിലപ്പോ അത് എന്താണ്, ഇപ്പൊ പ്ലെയിൻ ആയിരിക്കും, അതിന് പ്ലെയിന്റെ സൗണ്ട് ആയിരിക്കും എന്ന് പറയും അല്ലെ, പ്ലെയിന്റെ സൗണ്ട് ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുഡ് ബി ആഡ് ചെയ്യാം. കുഡ് ബി ഇറ്റ് കുഡ് ബി ആൻ എയ്റോപ്ലെയിൻ. ഒരു എയ്റോപ്ലെയിൻ ആയിരിക്കും, മനസ്സിലായോ? സൗണ്ട് കേട്ടപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ അതായത് ഒരു സാധ്യതയാണ് അല്ലെ, ഒരു പോസിബിലിറ്റി ആണ്. കുഡ് ബി ആൻ എയ്റോപ്ലെയിൻ, എയ്റോപ്ലെയിൻ ആയിരിക്കും, മനസ്സിലായോ? അവിടെ കുഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു സാധ്യത പറയാനാണ്. ദെൻ ഇപ്പോ സാധ്യത പറയണമെങ്കിൽ തന്നെ നമുക്ക് വേറെ പല യൂസേജ് ഉണ്ട്. കുഡ് യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം. മേ അറിയാലോ അവർക്ക്, മേ എന്ന് പറയുന്ന മൊഡൽ വെർബ്. മേ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം.
ഇവിടെ കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാല് മേ എന്ന് പറയുന്ന ഒരു 80% ചാൻസ് ആണെങ്കിൽ 80% ഷുവർ ആണ്. ഇപ്പൊ എയറോപ്ലെയിൻ ആണ്, ഉറപ്പാണ്, 80% എനിക്ക് ഉറപ്പാണ് അത് എയറോപ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് മേ ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറയും. മേ ബി ആൻ എയറോപ്ലെയിൻ, അത് എയറോപ്ലെയിൻ ആണ്, നമുക്ക് 80% ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇറ്റ് മേ ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറയാം. ഇനിയിപ്പോ ഒരു 60% ആണ് ഒരു ചാൻസ്, നമുക്ക് ആ ഒരു ഷുവാരിറ്റി ഉള്ളെങ്കിൽ നമുക്ക് അവിടെ it could be an aeroplane പറയും. It could be an aeroplane. ഒരു 60% നമുക്ക് ഉറപ്പുണ്ട്. ഇനി അതൊരു 50 അല്ലെങ്കിൽ 40-30 ഒരു പെർസെന്റേജ് ആണ്, തീരെ നമുക്ക് അത്ര ഉറപ്പില്ല എന്നാലും നമുക്ക് പറയാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈറ്റ് ആണ്. It might be an aeroplane എന്ന് പറയും. മൈറ്റ് ആണ്. മൈറ്റ് പൊതുവെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. could or may പറയാം. അത്രയ്ക്കും ഷുവർ ആണെങ്കിൽ അവിടെ വില്ല് യൂസ് ചെയ്യും. അത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോ ഇവിടെ ആയിരിക്കും സാധ്യതയാണ്. കുഡ് ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറയാം. ഇനിയിപ്പോ ആരെങ്കിലും നിന്റെ ഫ്രണ്ട് എവിടെയാണെന്ന് നമുക്ക് പറയാം. ചിലപ്പോൾ വീട്ടിലായിരിക്കും, വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയാം അല്ലെ. അപ്പൊ ഷി കുഡ് ബി അറ്റ് ഹോം, ഷി കുഡ് ബി അറ്റ് ഹോം എന്ന് പറയാം. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടാണത് ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്, ട്രെയിൻ ലേറ്റ് ആയിരിക്കും അല്ലെ, ട്രെയിൻ ലേറ്റ് ആയേക്കാം, ലേറ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കുഡ് ബി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? കുഡ് ബി ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ. നെക്സ്റ്റ് വൺ could have. could have ആണ്. could have മീൻസ് നമുക്ക് കഴിയായിരുന്നു. അതായത് നമ്മുടെ ഒരു കാര്യം ഇപ്പൊ റോഡിലൂടെ പോകുന്ന സമയത്താണെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കും. നമ്മളത് കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു. പക്ഷെ നമ്മള് വീട്ടിൽ വന്നപ്പോ ആലോചിക്കുകയാണ്, എനിക്കത് ചെയ്യായിരുന്നു, എനിക്കത് രക്ഷിക്കായിരുന്നു, ചെയ്തില്ലല്ലോ, എനിക്കത് രക്ഷിക്കായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് could have യൂസ് ചെയ്യാം. അതായത് പാസ്റ്റിലെ കാര്യം ഓർത്ത് നമ്മളത് ഇപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോ നടന്ന കാര്യം പറയണ്ടേ. ഇപ്പോ നമ്മളെ മാത്രമാണ് പോയത്, അപ്പൊ നമ്മുടെ ഹസ്ബൻഡിനോടോ മക്കളോടോ ആരോടെങ്കിലും നമ്മൾ പറയാം എനിക്ക് അവന് രക്ഷിക്കായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാം. I could have saved his life. എനിക്ക് അവനെ രക്ഷിക്കായിരുന്നു. I could have saved his life എന്ന് പറയാം. അതുപോലെ I could have slapped him. എനിക്ക് അവനെ അടിക്കാമായിരുന്നു. മനസ്സിലായോ? ഒരു ആ ടൈമില് എനിക്കത് ചെയ്യാമായിരുന്നു. I could have slapped him. Okay. Then I could have passed the test if I had not fallen sick. എനിക്ക് അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എക്സാമിൽ എന്താണ് പാസ്സാകാമായിരുന്നു, എനിക്ക് എക്സാം പാസ്സാകാമായിരുന്നു. ഓക്കെ, പാസ്സാകാൻ കഴിയുമായിരുന്നു എന്ന് പറയും. I could have passed the test if I had not fallen sick. അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ടെസ്റ്റ് എനിക്ക് പാസ്സാകാൻ കഴിയുമായിരുന്നു എന്ന് പറയും. You could have waited for me. നിനക്ക് എന്നെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇങ്ങനെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയാം. Then he could won the race if he had not slipped at the first. ആദ്യം ഒന്ന് വീണില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് റേസ് വിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ could have എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലാസ്സിൽ ആരും ആക്റ്റീവ് അല്ലല്ലോ. എന്തായിട്ട് ഉറപ്പാണ് എല്ലാവരും ക്ലാസ്സിലുണ്ടോ? മിസ് കുഡ് ഹാവ് ഒന്നുകൂടി പറയാം മിസ്. അതായത് ഒരു കാര്യം നമ്മള് ചെയ്തില്ല, കഴിഞ്ഞു. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒരു മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു, അവിടെ എല്ലാവരും പാർട്ടിയും ഡി ജെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വിചാരിച്ചു. പാർട്ടി എന്തെങ്കിലും എല്ലാവരും ഡാൻസ് കളിച്ചു, അതായത് കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഡാൻസ് കളിച്ചു. അപ്പം നിങ്ങൾക്ക് മാത്രം കളിക്കാൻ പറ്റിയില്ല, നിങ്ങൾ കളിച്ചില്ല, ആർട്ടിക്കും നിങ്ങൾ കളിച്ചില്ല. നിങ്ങൾക്ക് മടിയായി, കളിക്കാൻ മടി, ഒരു നാണം ഒക്കെ വന്നു, ഷൈനസ് വന്നു, നിങ്ങൾക്ക് മടിയായി. ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ പറയായിരുന്നു എനിക്ക് ഡാൻസ് കളിക്കാമായിരുന്നു അല്ലെ, എനിക്ക് കളിക്കാൻ പറ്റായിരുന്നു, കളിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയാണോ? കളിച്ചാൽ മതിയായിരുന്നു, ഞാൻ കളിച്ചേനെ എന്നൊക്കെ പറയില്ല, എനിക്ക് കളിക്കാമായിരുന്നു, ആ സമയത്ത് എനിക്ക് കളിക്കായിരുന്നല്ലോ എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാ പറയാ? I could have danced. കളിക്കാമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്ക് ഇത് could have യൂസ് ചെയ്യാം.
ക്ലിയർ ആയോ രശ്ന? Okay, ma'am. ഓക്കെ. നെക്സ്റ്റ് could have been. could have been means നമുക്കൊരു ആകാമായിരുന്നു, എനിക്ക് അങ്ങനെ ആകാമായിരുന്നു. ഇപ്പൊ നമ്മുടെ കല്യാണം മാരേജിനൊക്കെ കഴിഞ്ഞു, മക്കളായി. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പറയും എനിക്ക് അന്ന് പഠിച്ച ഒരു ഡോക്ടർ അതായിരുന്നു, അങ്ങനെ പറയും അല്ലെ? സോ I could have been a doctor, എനിക്ക് ഡോക്ടർ ആകാമായിരുന്നു. I could have been rich, എനിക്ക് കുറച്ച് റിച്ച് ആകാമായിരുന്നു. മനസ്സിലായോ? എല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പിന്നെ പറയാം, വെച്ചിട്ടാണ് പറയാം. I could have been an actor, എനിക്കൊരു ആക്ടർ ആകാമായിരുന്നു. ഓക്കെ. ഇനി സംവാച could have been given, അതായത് ഒരാൾ ദാഹിച്ചു വലിഞ്ഞു വന്നിട്ട് കുറച്ച് വെള്ളം ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല. മനസ്സിലായോ? നിങ്ങൾ കൊടുത്തില്ല. ആള് പോയി പിന്നെ നിങ്ങൾ വിചാരിച്ചു എനിക്ക് കുറച്ച് വെള്ളം കൊടുക്കാമായിരുന്നു. മനസ്സിലായോ? സംവാച could have been given to him. മനസ്സിലായോ? എനിക്ക് അത് കൊടുക്കാമായിരുന്നു. അങ്ങനെ പറയുമ്പോ അവിടെ സംവാച could have been given to ആരെങ്കിലും, to them, to him, to her, anyone. Okay. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് യൂസേജ് വരാം. മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം എക്സാമ്പിൾസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ തലയിലേക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാവും, ഓക്കെ ക്ലിയർ ആണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയില്ല. എങ്ങനെയാണ് ഒരു സെന്റൻസ് വരുമ്പോൾ എങ്ങനെ എവിടേക്ക് ഫുഡ് ചേർക്കാം, എവിടേക്ക് ഫുഡ് ആദ്യം ചേർക്കാം എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതെല്ലാം പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, മിസ് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. പ്രാക്ടീസിന്റെ കുറവ് കൊണ്ടാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഒരു കാര്യം കേട്ട് ഇപ്പൊ മൊബൈലിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്, ഗ്രാമർ ക്ലാസ് കാണാറുണ്ട്. അറ്റ് ദാറ്റ് ടൈം യു ക്യാൻ അണ്ടർസ്റ്റുഡ്. ഓക്കെ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അയ്യോ കിട്ടുന്നില്ലല്ലോ, ശരിയല്ലേ? അങ്ങനെ കിട്ടാണ്ടാവുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്താണ് നിങ്ങൾ കേട്ടത്? ഇപ്പൊ ഈ ക്ലാസ്സിൽ ഫുഡ് ക്യാൻ ഫുഡ് ബി ഇതെല്ലാം പറഞ്ഞു. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ടൈമിലേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് ഫ്ലുവന്റിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റക്ക് ഒന്നും വരാതെ സംസാരിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. ആരും മിണ്ടാത്തിരുന്നു. എന്തായാലും ഉണ്ടാകുമല്ലോ. മിസ്റ്റർ റൈഡർ 2 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈലിനെ പേരെന്താണ്? മിസ്റ്റർ റൈഡർ 2നോടാണ് നിങ്ങൾ ചോദിച്ചത്. പേരെന്താണ്? No response. പേര് ചോദിച്ചപ്പോഴേ ആള് പോയി അല്ലേ? പോയി. മാം അത് ഇത് മാറിപ്പോയതാ കേറുമ്പോ. എന്തോ അത് ഇത് മാറിപ്പോയതാണ്. ജിൻഷായിരുന്നോ അത്? ഞാൻ ആലോചിച്ചു, ഞാൻ ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ കാണാത്ത പേര്. ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. ജിൻഷ പോയോ? ക്ലിയർ ആയോ? ക്ലാസ്സിൽ പറഞ്ഞു മനസ്സിലായി. അപ്പൊ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു എല്ലാവരും. എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞ രണ്ടെണ്ണം വിടൂല.
ദർശന. Miss ബസ് could be കുഡ് അവരുടെ ബി ലേറ്റ്. ട്രെയിനിന്റെ സ്ഥാനത്ത് ബസ് ആക്കി വെച്ചു. എന്തോ ബസ് കുഡ് ബി ലേറ്റ്. ഇത് ട്രെയിനിന്റെ സ്ഥാനത്ത് ബസ് ആക്കിയതേ നല്ല എക്സാമ്പിൾ. he could be at work. Yeah, he could be at work. Moment അവിടെ വർക്ക് ആക്കി വെച്ചു. നെക്സ്റ്റ് it could be an helicopter പറയൂ. അത് കറക്റ്റ് കംപ്ലീറ്റ്. ഓക്കെ യാ. മിസ് ഈ കുഡ് ബിയും മേ ബിയും എല്ലാം നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാന്നാണോ മിസ് പറഞ്ഞത്? അതെ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് സാധ്യത കൂടുതൽ ഏതാണോ അവിടെ മേ ബി യൂസ് ചെയ്യാം, കുറവാണെങ്കിൽ കുഡ് ബി യൂസ് ചെയ്യാം. അഥവാ ഇതൊന്നും സാധ്യത ഒന്നും നോക്കാണ്ട് നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് അല്ലാട്ടോ. പിന്നെ ഇറ്റ് കുഡ് ബി ആൻ എയറോപ്ലെയിൻ എന്ന് പറഞ്ഞു, ഷീ കുഡ് ബി ആറ്റ് വർക്ക് ഹോം എന്ന് പറഞ്ഞു. ഇവിടെ അവൾ വർക്കിലാണ് എന്ന് പറയുമ്പോൾ ഷീ കുഡ് ബി വർക്കിംഗ് എന്ന് പറയാം. അവിടെ ഐഎൻജി ഫോമായി നമുക്ക് ചേർക്കാൻ പറ്റും. അതുകൊണ്ട് കുഡ് ബിക്ക് ശേഷം ഇന്നതാണ് എന്നുള്ള റൂളില്ല. അവിടെ ഐഎൻജി ഫോം ആയാലും V1 ഫോം ആയാലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ V3 ഒന്നും ചെയ്യാൻ പാടില്ല. V3 ചെയ്യണമെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഒന്ന് കുറെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കൂ. ക്ലിയർ ആവും. ഇനി പഠിത്തത്തിലേക്ക് ഒന്ന് പോവാം. ഇതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറയാം. ബില്ല് നമ്മള് ഫ്യൂച്ചർ ടെൻസ് പഠിച്ചപ്പോ ബില്ല് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിരുന്നതാണ്. ബില്ല് എന്ന് പറയുന്നത് 100% ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ പോകും, ഷുവർ ആണ്, ഞാനിവിടെ പോകും, ഐ വിൽ ഗോ. ഇനിയിപ്പോ ഞാനിവിടെ പോകായിരിക്കും, ചിലപ്പോ പോകും എന്ന് പറയുമ്പോ ഐ ഷാൽ ഗോ. 50% ചാൻസ് ഉള്ളൂ ഐ ഷാൽ ഗോ പറയാം. Okay. Then she will come. Yeah, she will come എന്ന് പറയുമ്പോൾ അതെയാ അതിന് നെഗറ്റീവ് എന്ന് പറയുന്നത് she won't come. Will go എന്ന് പറയുമ്പോൾ won't go. She will come, she won't go. Yeah, won't come. നെഗറ്റീവ് വരുമ്പോ won't ആണ് വരാം. Will not എന്ന് പറയുമ്പോൾ അതിന്റെയാണ് won't. Will not ഷോർട്ട് ആണ് won't. Okay. The sun will rise at 6 AM tomorrow. നാളെ 6 മണിക്ക് സൂര്യൻ ഉദിക്കും. ഉദിക്കുന്നതാണോ ഉദിക്കും അല്ലെ? വില്ലാണ് ഉദിക്കും, ഷുവർ ആണല്ലോ. ഇനി റിയ വിൽ ടേൺ 5 നെക്സ്റ്റ് ജൂൺ. ഇനി അടുത്ത മാസം അടുത്ത ജൂണില് റിയ 5 വയസ്സാകും. റിയക്ക് 5 വയസ്സാകും എന്നാ പറയും. റിയ വിൽ ടേൺ 5 നെക്സ്റ്റ് ജൂൺ. ഇനി മക്കളുടെ വയസ്സ് ചോദിക്കുമ്പോൾ അടുത്ത മാസം നമുക്ക് 5 വയസ്സാകും എന്ന് പറയാം. ഇങ്ങനെ യൂസ് ചെയ്യാം, വില്ല് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. I will call you when I arrive. ഞാൻ എത്തുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. I will call you when I arrive. ഞാൻ എത്തുമ്പോ നിന്നെ വിളിക്കാം. ഇനി ഇവിടെ he ഹെല്ലല്ല കേട്ടോ, he will ആണ്. അപ്പോസ്ട്രോഫി ഇല്ല, അപ്പോസ്ട്രോഫി ഇല്ലാന്നുണ്ട്. അപ്പൊ he will come to the party. പാർട്ടിക്ക് വരും. ഇനി shall അല്ല, she will ആണ്, അപ്പോസ്ട്രോഫി ഇല്ല. Yeah, she will graduate next. അടുത്ത വർഷം അവള് അപ്പോ അങ്ങനെയാണ് ബില്ലിന്റെ യൂസേജ്. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. ഐ വിൽ പറയൂ. ഐ വിൽ ടീച്ച്. ഐ വിൽ ടീച്ച്, ഞാൻ ടീച്ച് ചെയ്യും. ഐ വോണ്ട് ടീച്ച്. ഐ വിൽ ഡാൻസ്. ഐ വിൽ ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യും. ഐ വിൽ ഡാൻസ്. She can sing well. She can sing well. Yeah, canലേക്ക് പോയി. Then ഇല്ല, അന്നൊരു കാര്യം. നെക്സ്റ്റ് വിൽ ബി. വിൽ ബി മീൻസ് ആകും, ആയിരിക്കും എന്ന് പറയുന്ന മീനിങ് ആണ്. ടോം വിൽ ബി എ സിംഗർ വൺ ഡേ. ഒരു ദിവസം ടോം ഒരു സിംഗർ ആകും.
മനസ്സിലായോ? ആകും എന്നാ പറയാ അല്ലെ. ടോം വിൽ ബി എ സിംഗർ വൺ ഡേ, ഒരു ദിവസം ടോം സിംഗർ ആകും. അതിന് നെഗറ്റീവ് വരുന്ന വോണ്ട് ബി ആണ്. വോണ്ട് ബി. ടോം വോണ്ട് ബി എ സിംഗർ, അവന് സിംഗർ ആവില്ല എന്ന് പറയാം. ഷീ വിൽ ബി ഹാപ്പി. ഷീ വിൽ ബി ഹാപ്പി, അവള് ഹാപ്പി ആയിരിക്കും. അവള് ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ അവളെ ഹാപ്പി ആകും. ഈ രണ്ട് മീനിങ് അവിടെ വരുള്ളൂ കേട്ടോ. Then he will be angry. അവൻ ആംഗ്രി ആയിരിക്കും, ദേഷ്യത്തിലായിരിക്കും. They will be tired. അവര് കുറച്ച് ടയർഡ് ആയിരിക്കും. അവര് ടയർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ടയർഡ് ആയിരിക്കും എന്ന് പറയുന്നത് അവിടെ ഷുവർ ആണ്. മനസ്സിലായോ? നമുക്കറിയാം അവര് ടയർഡ് ആയിരിക്കും അല്ലെങ്കിൽ അവര് ഹാപ്പി ആയിരിക്കും. ഇനിയിപ്പോ ചാൻസ് കുറവാണെങ്കിൽ they may be tired. അവന് ചിലപ്പോൾ ടയർഡ് ആയിരിക്കും. കണ്ടോ അങ്ങനെ വ്യത്യാസം. അതിനുശേഷം അത് ഫുഡാണ്. they could be tired. ചിലപ്പോൾ ടയർഡ് ആയിരിക്കും. ഇനി they might be tired. ഓ ചിലപ്പോ അറിയില്ല, ചിലപ്പോൾ ടയർഡ് ആയിരിക്കും, അറിയില്ല. സാധ്യത കുറഞ്ഞു വരും. will be 100%, maybe 80%, could be 60%, might be 40%. ഇങ്ങനെയാ വരാം സാധ്യത, പോസിബിലിറ്റി വരുമ്പോ. ഓക്കെ, ഇനി they will be flying to France next week. അടുത്ത ആഴ്ച അവര് ഫ്രാൻസിൽ പോകായിരിക്കും. ചിലപ്പോ പോവുകയായിരിക്കും, ചിലപ്പല്ല മിക്കവാറും പോവുകയായിരിക്കും. അങ്ങനെ വരും. അപ്പോ നെക്സ്റ്റ് the kids will be sleeping when we get home. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് will be വരാം. അപ്പൊ ഏതൊക്കെ ബി പഠിച്ചു? could be, will be, could be, maybe, might be. Maybe, might be ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ, അത്രയും മതി. അതിനിപ്പോ യൂസേജ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനിയിപ്പോ നമ്മള് അതൊക്കെ പറയില്ലേ, അതൊക്കെയാണ് മെയിൻ. മെയിനെ കുറിച്ച് അധികം ചർച്ച വേണ്ട, അതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് മതി. ഓക്കെ, അപ്പോ will be, maybe, could be, might be അത് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കും കേട്ടോ. പോസിബിലിറ്റീസ് ആണ്. will be 100%, maybe ഒരു 80%, and could be ഒരു maybe ഒരു 60%, and might be 40-30%. ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് വരെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സോ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, the next one is will have. Will have means അത് ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായോ? ഉണ്ടാകും, ചെയ്തിട്ടുണ്ടാകും, എന്തായാലും ചെയ്തിട്ടുണ്ടാകും. I will have done. I will have done. ചെയ്തിട്ടുണ്ടാകും. കണ്ടോ, I will have done. ഇവിടെ നെഗറ്റീവ് വരുന്നത് won't have ആണ്. I won't have done. ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. I won't have done. ഞാൻ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് പറയുന്നത്. ഇപ്പോ he will have written. അവൻ എഴുതിയിട്ടുണ്ടാകും. They will have eaten. അവൻ കഴിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചേ. നെക്സ്റ്റ് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് വായിച്ച് ഒന്ന് മീനിങ് പറഞ്ഞേ. ആരാ? They will be flying to France next week. അല്ലേ? അല്ല, will have ആണ്. will have ന്റെ fourth one. I will have finished my exam by next week. അല്ല മിസ്, അടുത്ത ആഴ്ച എന്റെ എക്സാം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനല്ലേ? She will have arrived by tomorrow morning. നാളെ രാവിലെ അവൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് will have ന്റെ യൂസേജ് വരാം. ഉണ്ടാകും, ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, കഴിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ will have been. will have been means അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. I will have been doing. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നെഗറ്റീവ് വരുന്നത് won't have been ആണ്. I won't have been doing. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെയാ വരാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് വായിച്ചിട്ട് മീനിങ് പറയൂ. will have been. I will have been doing
ഷി വിൽ ഹാവ് ബീൻ ഡൂയിങ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Yeah. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വോണ്ട് ഹാവ് ബീൻ. അപ്പൊ ഐ വോണ്ട് ഹാവ് മീൻസ് ചെയ്തുകൊണ്ടിരിക്കായിരിക്കില്ല. ആയിരിക്കില്ല. ഷി വിൽ ഹാവ് ബീൻ വർക്കിംഗ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല, അങ്ങനെയായിരിക്കും. അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Yeah. വി വിൽ ഹാവ് ബീൻ സ്റ്റഡിങ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. they will have been cooking. അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. he will have been walking. അവൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് will have ന്റെ യൂസേജ്. അപ്പോ ക്ലിയർ ആയല്ലോ? will be, will have been. ഇനി റിക്വസ്റ്റ് ആണ്. നമ്മൾ ക്യാൻ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ്, സെയിം ആണ്. സെയിം പെർമിഷൻ, സെയിം റിക്വസ്റ്റ്, സെയിം ഓഫർ, ഇതെല്ലാം സെയിം ആണ്. ക്യാനിന് പകരം വില്ല് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതെങ്ങനെയാണ്? ക്യാൻ പറഞ്ഞ പോലെ തന്നെ അത് ഫ്രണ്ട് സർക്കിൾ, നമ്മുടെ ആ ഒരു ക്ലോസ് റിലേറ്റീവ്സ്, നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അല്ലാതെ ക്യാൻ എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. ഓക്കെ, അവിടെ പോളൈറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല, റെസ്പെക്ട് ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് ക്യാനോ വില്ലോ നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, will you please open the window? അല്ലെങ്കിൽ will you go there? will you please ഇല്ലെങ്കിൽ will you open the window എന്ന് ചോദിച്ചാലും മതി. ഓക്കെ, അപ്പൊ ക്യാൻ ചോദിക്കുന്ന പോലെ തന്നെ വില്ല് നമുക്ക് ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി we have to. ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. നിനക്ക് you will have to work hard. നിനക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാട്ടോ എന്നറിയില്ല. അങ്ങനെ ചെയ്യേണ്ടതായി വരാം വന്നേക്കാം. you will have to work hard. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടേ വന്നേക്കാം എന്ന് പറയാം. ഇനി നെഗറ്റീവ്, you won't have to work hard. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വരില്ല, വരാൻ ചാൻസ് ഇല്ല എന്ന് പറയാം. ഇനി will you have to work hard? നിങ്ങൾക്ക് വർക്ക് ഹാർഡ് ചെയ്യേണ്ടതായി വരൂ എന്ന് വരും. won't you have to work hard? നിങ്ങൾക്ക് വരില്ലേ, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കാം. ഒരുപക്ഷെ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. അങ്ങനെ നമുക്ക് will have to യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? വില്ലിന്റെ മിക്ക യൂസേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വില്ലിലേക്ക് ഇത്രയൊക്കെയാണ് അധികം യൂസ് ചെയ്യാറുള്ളൂ. ഇതിന്റെ കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറെ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ക്യാൻ യൂസ് ചെയ്യേണ്ടത് അടുത്ത വില്ല് യൂസ് ചെയ്യാം, വില്ല് യൂസ് ചെയ്യേണ്ട സമയം പ്ലേസിൽ ക്യാൻ യൂസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നമുക്ക് സംസാരിക്കാം. വില്ലും ക്യാനും, വുഡും അതേപോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി സംസാരിക്കാൻ പറ്റും. പാസ്റ്റ് തന്നെയാണ്. വുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്യൂച്ചർ ആയി പോകും, വില്ലും ഫ്യൂച്ചർ ആയി പോകും. ക്യാൻ എന്ന് പറയുന്നത് നമുക്ക് പറ്റും, അത് ചെയ്യാൻ പറ്റും എന്നാണ്, നമ്മുടെ എബിലിറ്റി ആണ്, ഇത് ചെയ്യാൻ സാധിക്കും എന്നാണെങ്കിൽ. വില്ലാണെങ്കിൽ ഞാനത് ചെയ്യും എന്നാ പറയാ, ഞാനത് ചെയ്യും, ഞാൻ അവിടെ പോകും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷനിൽ അതൊന്നും ചിലപ്പോ എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇന്ററാക്ഷൻ അല്ലേ, കാര്യങ്ങളൊന്ന് കൺവേ ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങോട്ടും മാറ്റം വന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഒരു വലിയ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഗ്രാമർ കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കാം. അത് പറഞ്ഞ ഗ്രാമറിന്റെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് പറയാണ്ടിരിക്കേണ്ട. ഗ്രാമർ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഇന്ററാക്ഷനിൽ വരുമ്പോൾ ഗ്രാമർ ആദ്യം അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോകണം, സംസാരിക്കാം. അവിടെ ഗ്രാമറിന്റെ ആവശ്യം പൊതുവെ കുറവാണ്. എന്നാൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതുമാണ്. അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. നമുക്ക് എങ്ങനെയൊക്കെയാണ് അപ്പോ എല്ലാവരും പറയും സംസാരിക്കണമെങ്കിൽ ഗ്രാമർ ആവശ്യമില്ല മിസ്സേ എന്ന് പറയും. ശരിയാണ്, ഗ്രാമർ ആവശ്യമില്ല. പക്ഷേ ഗ്രാമർ അറിഞ്ഞിരുന്നാല് കാര്യങ്ങള് നിങ്ങൾക്ക് അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഗ്രാമർ അറിയാത്തയാണെങ്കിൽ നമുക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ കുറെ പഠിച്ചപ്പോ ഹാവിന് ശേഷം B3 ആണ് വരേണ്ടതെന്ന് അറിയാം. അതൊക്കെ റൂളാണ്, അതെന്തായാലും അങ്ങനെ പറഞ്ഞേ പറ്റും. അതിപ്പോ ഗ്രാമർ അറിയാണ്ട് നമ്മൾ പറഞ്ഞു പോയാലും പിന്നീട് നമുക്ക് ശരിയായിരിക്കും. നമ്മൾ ഹാവിന് ശേഷം B3 ആയിരിക്കും യൂസ് ചെയ്യാം.
അപ്പൊ ഇതൊക്കെ റൂളാണ്. ആ റൂളൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ അത് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആണ്. കോൺഫിഡൻസ് കൊടുക്കും, തെറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരും. അല്ലാതെ ഗ്രാമർ അറിയാണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാല് നിങ്ങൾക്ക് പേടിയായിരിക്കും, അയ്യോ തെറ്റാണോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകുമോ. അറിഞ്ഞു വെച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, അത് ശരിയാണ്, നമുക്ക് ഉറപ്പായിട്ട് അവരോട് പറയാം ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരു മിസ്റ്റേക്ക് ഇല്ല, കാരണം നമുക്ക് ഓൾറെഡി ഗ്രാമർ അറിയാം. മനസ്സിലായോ? അപ്പൊ ഗ്രാമർ അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മൊഡൽ വെർബ് മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിൻ മൊഡൽ വെർബ് നമ്മള് ക്യാൻ, വുഡ്, വിൽ ഒക്കെയാണ്. അടുത്ത ക്ലാസ് നമുക്ക് വുഡ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഷാൽ, ഷുഡ്, അത് അടുത്ത ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മൊഡാനി എന്താ മിസ് എന്താ പറഞ്ഞേ? എന്ത് വെബ്? മൊഡൽ വെർബ്. മൊഡൽ വെബാ? ഓക്സിലറി വെർബ് പഠിച്ചിരുന്നോ? ഓക്സിലറീസ് നമ്മള് വെർബ് എടുത്തിട്ടുണ്ട്. മോഡൽ വെർബ്, ഓക്സിലറി വെർബ് ഇതൊക്കെ നമ്മള് വെർബ് എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞതിനാന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. ഓർക്കുന്നുണ്ടോ? അല്ല മോഡൽ ഓക്കെ, മോഡൽ വെബ് ഓർമ്മയുണ്ട്. പക്ഷെ മിസ് ഞാൻ വെച്ച് വേറെന്തോ വേർഡാ പറഞ്ഞതെന്ന്. അല്ലല്ല, മോഡൽ വെർബ് ആണ്. അപ്പൊ ഓക്സിലറി വെർബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഗ്രാമർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് ഇതൊക്കെ ഓക്സിലറി ആണ്. മോഡൽ വെർബ് ആണ് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ഇതൊക്കെ മോഡൽ വെർബ് ആണ്. ഒരുപാടുണ്ട്. നീഡിന്റെ, ought to, used to, അത് അതിൽ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. എല്ലാം കുറെ ഒക്കെ കൂടി എടുത്ത് വരുമ്പോ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. മിസ് ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ വിൽ ഹാവ് ടു ഒന്നുകൂടി പറഞ്ഞോ. വിൽ ഹാവ് ടു മീൻസ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. ഇപ്പോ നിനക്ക് ഇപ്പോ ലാഷ്നയുടെ ഫ്രണ്ടിനോട് ആരോടെങ്കിലും പറയാണ്, നിനക്ക് ചിലപ്പോ ആ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം എന്ന് പറയും. ചിലപ്പോ നമുക്ക് ഓഫീസിൽ പോയിട്ട് വന്നേക്കാം എന്നെങ്ങനെയാ പറയാം? യു വിൽ ഹാവ് ടു ഗോ. യു വിൽ ഹാവ് ടു പറയൂ. ഓഫീസിലാണ്. ഗോ ഓഫീസ് അല്ല, ഗോ ടു ഓഫീസ്. ഗോ യു ടു വിൽ ഹാവ് ടു ഗോ ടു ഓഫീസ്. നിനക്ക് അവിടെ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. യു വിൽ ഹാവ് ടു ഗോ ടു ഓഫീസ്. ഓക്കെ, അങ്ങനെ പറയാം. മനസ്സിലായോ? നിനക്ക് അവിടെ പോയിട്ട് വന്നേക്കാം. ചിലപ്പോ അവന്റെ വീട്ടിൽ പോയിട്ട് വന്നേക്കാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഇടയ്ക്കെങ്കിൽ ചിലപ്പോ പറയാറുണ്ട്. അവിടെ നമുക്ക് ഈ വിൽ ഹാവ് ടു യൂസ് ചെയ്യാം. യു വിൽ ഹാവ് ടു ഗോ ഹിസ് ഹോം. നിനക്ക് അവന്റെ വീട്ടിൽ പോയിട്ട് വന്നേക്കാം. വിൽ ഹാവ് ടു ഗോ ഹിസ് ഹോം എന്ന് പറയാം. ഇനിയിപ്പോ സ്കൂളില് എന്തെങ്കിലും മക്കളുടെയോ അങ്ങനെ വന്നപ്പോ ചിലപ്പോ മോള് പറയും അമ്മയ്ക്ക് ചിലപ്പോ സ്കൂളിൽ പോയിട്ട് വന്നേക്കാം എന്ന് പറയുമ്പോ, അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. യു വിൽ ഹാവ് ടു go to my school. എനിക്ക് അമ്മയ്ക്ക് എന്റെ സ്കൂളില് ചിലപ്പോ പോയിട്ട് വന്നേക്കാം. അമ്മ യു വിൽ ഹാവ് ടു ഗോ ടു മൈ സ്കൂൾ എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നമുക്കവിടെ വിൽ ഹാവ് ടു യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. അപ്പൊ ഇതുവരെ എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മാം. യെസ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. എക്സാമ്പിൾസ് പറയുമ്പോഴാണ് ഞങ്ങൾ മലയാളം പറയൂ. വില്ല് തൊട്ടിട്ടാ പറഞ്ഞേ? വില്ലോ ക്യാനോ കൊണ്ടോ എന്തെങ്കിലും ആവട്ടെ, പറയൂ. Can play. എന്തോ? I can play. എനിക്ക് കളിക്കാൻ പറ്റും. I could not. അങ്ങനെ പറയാം. Couldn't. Couldn't? I could not. Couldn't work. Couldn't? Work ചെയ്യാൻ പറ്റില്ല. Work ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. Work. വർക്ക്. I could not. മാം ചോദിച്ചു. വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ ഐ കാൻറ്റ് വർക്ക് എന്ന് പറയാം. I can't work എന്ന് പറഞ്ഞൂടെ? I can't do work. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല.
പ്രസന്റിൽ എന്ത് പറഞ്ഞാലും പ്രസന്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ക്യാൻ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഐ കാൻ ഡു ദാറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, പ്രസന്റിലെ കാര്യമാണ്. ഐ കാൻ ഡു ദാറ്റ്. ഇനി arrive at 9 o'clock. എത്തിന്ന് പറഞ്ഞൂടെ? ക്ലിയർ ആയില്ല. ഞാൻ അവിടെ എത്തി. ഐ വിൽ അറൈവ് എന്ന് പറഞ്ഞൂടെ? ഐ കം. ഇപ്പോ ഞാൻ പറഞ്ഞു ഐ കാണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞു പോയ കാര്യമാണ്, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ നമുക്ക് അവിടെ കുഡിന്റ് പറയും. ഐ കുഡിന്റ് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് കുഡിന്റെ വ്യത്യാസം. കഴിഞ്ഞില്ല പാസ്റ്റ് ആണ്. അപ്പൊ കുഡിന്റ് യൂസ് ചെയ്യാൻ അങ്ങനെയാണ്. ഐ കുഡിന്റ് ഗോ ദെയർ. എനിക്ക് അവിടെ പോവാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. പ്രസന്റ് ആണെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഐ കാൻ ഗോ ദെയർ, ഐ കാൻ ഗോ ടു ഹിസ് ഹോം. എനിക്ക് അവന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇനിയിപ്പോ അവന്റെ വീട്ടിൽ പോകാൻ എനിക്ക് പറ്റിയില്ല, സാധിച്ചില്ല, കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഐ കുഡന്റ് ഗോ ടു ഹിസ് ഹോം. ഐ കുഡന്റ് ഗോ ടു ഹിസ് ഹോം. അവന്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. മനസ്സിലായോ? അങ്ങനെയാണ് കുഡിന്റും ക്യാൻഡും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയോ? My brother will be a doctor one day. My brother ആണ്. Yeah. Yeah, my brother will be a doctor one day. ഒരു ദിവസം എന്റെ ബ്രദർ ഒരു ഡോക്ടർ ആകും. Yeah, correct. ഇനി അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾ ചെയ്യൂ. അതാണ് കുറച്ചൊരു ബെറ്റർ. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം, ചെയ്യാൻ പോകുന്നുണ്ടാകാം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ നമുക്ക് ഈ മൊഡാർബോബി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യും. റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മനസ്സിലായോ? പ്രവിത. Yes, ma'am. പ്രവിത എന്താണ് എക്സാമ്പിൾ പറയാൻ കാരണം? ബ്രദർ. അങ്ങനെയില്ല, എനിക്ക് ബ്രദർ ഇല്ല. അപ്പൊ എനിക്കിപ്പോ ഒരു മോനാണ്. അപ്പൊ ഞാൻ മോനെ വെച്ചില്ല, ബ്രദർ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോഴേ നമുക്കത് പെട്ടെന്ന് മൈൻഡിൽ കയറും. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ ഡെയിലി സെന്റൻസ് പറയുമ്പോൾ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ലൈഫിലും എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ ഇപ്പൊ മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാൻ പറ്റും. അങ്ങനെ ഇതിലൊക്കെ സെന്റൻസ് പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, ക്ലിയർ ആണോ? Yes. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡ്രീം എന്താണ്? എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും അല്ലെ? ആ ഡ്രീം എന്താണെന്ന് പറയണം. ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ചെയ്ത ഹാർഡ് വർക്ക് എന്തൊക്കെയാണ്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണ്, പേഴ്സണൽ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അതായത് ഇപ്പൊ എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. ഞാൻ ടീച്ചർ ആവാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മനസ്സിലായോ? ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. ഇംഗ്ലീഷ് എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി പോലെ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അതിലേക്ക് വരുന്ന സാഹചര്യങ്ങളും നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളും ആ ഡ്രീമിലേക്ക് എത്താൻ പെടുന്ന ഹാർഡ് വർക്കുകളും അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു സ്റ്റോറി പോലെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയണം. നിങ്ങൾ തന്നെ മലയാളം എഴുതി വെച്ചിട്ടോ എന്നിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്
എന്നിട്ട് കറക്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അവിടുന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻസി വരുത്തിയതിനു ശേഷം മാത്രം ക്ലാസ്സിൽ വന്ന് പറയാം. ഓക്കെ. ദെൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഗൂഗിളിന്റെ സഹായം നമ്മൾ തേടാൻ പാടില്ല. അതായത് നമ്മൾ മലയാളം പറഞ്ഞു കൊടുത്തു, ഗൂഗിൾ അത് ഇംഗ്ലീഷ് പറഞ്ഞു തന്നു, അങ്ങനെ ചെയ്യരുത്. നമ്മൾ തന്നെ സ്വയം ഇംഗ്ലീഷ് സെന്റൻസ് മേക്ക് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് വേണ്ടി കറക്റ്റ് ചെയ്യാം. അല്ലാതെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഗൂഗിളിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്നും വിഷയമല്ല, സംസാരിക്കണം. അപ്പോ നിങ്ങളത് എഴുതിക്കൊണ്ട് വന്ന് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് കൂടും. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അതില് തെറ്റില്ല എന്ന്, മിസ്റ്റേക്ക് ഒന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണ്, നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ക്ലാസ്സിൽ വന്നത് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പറയാം. സോ എല്ലാവരും മാക്സിമം പ്രിപ്പയർഡ് ചെയ്തിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. ഒരിക്കലും ഇത് മറക്കരുത്. ക്ലാസ്സിൽ ആബ്സെന്റ് ആയവരോടും കൂടി പറയാം. ഓക്കെ. ഈ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായില്ല മിസ് ചെയ്യും, എനിക്കത് അറിയില്ലായിരുന്നു മിസ് ചെയ്യുമെന്ന് പറയരുത്. ഇതെല്ലാവരും ഷുവർ ആയിട്ടും ചെയ്ത് കൊണ്ടുവരണം. എന്തായാലും പറയണം, മസ്റ്റ് ആണ്. യു ഷുഡ് ഷെയർ യുവർ ഡ്രീം. ഓക്കെ മാം. ഓക്കെ. നമ്മളെ ഡ്രീം കുറിച്ചാണോ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്തെങ്കിലും എക്സ്പീരിയൻസിനെ കുറിച്ചാണോ? എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവാം, നിങ്ങളുടെ ഡ്രീം. നിങ്ങൾക്ക് ജിൻഷയ്ക്ക് ഇപ്പൊ എന്താവാനാണ് ആഗ്രഹം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോകണം? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ ലൈഫിലേക്ക്. എനിക്ക് ഇങ്ങനൊരു അച്ചീവ് കിട്ടണം, ഒരു അച്ചീവ്മെന്റ് വേണം, എനിക്ക് ഇവിടെ എത്തണം, എനിക്ക് ഇതുപോലാകണം എന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സോ അത് നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ. ഷെയർ ചെയ്യാം, മാത്രം ഷെയർ ചെയ്യാം. ഓക്കെ. പേഴ്സണൽ ഒന്നും നമ്മളോട് ആവശ്യമില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാം. ഓക്കെ. എന്നിട്ട് ആ ഡ്രീമിന്റെ പുറകെ പോവുക. ഓക്കെ. അച്ചീവ് ചെയ്യുന്നവരെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. മിസ്സിന്റെയും പറയണം, നിങ്ങളത് ആലോചിക്കട്ടെ, എന്നിട്ട് അവസാനം പറയാം. ഓക്കെ. നമ്മുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ പറയാം. അതായത് എന്റെ ഇപ്പൊ നിങ്ങൾ കേട്ടാ നിങ്ങൾ ഞെട്ടും, വേണ്ട. ഓക്കെ. ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ. മോട്ടിവേഷൻ ആകാനുള്ള സ്റ്റോറി എന്റെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, അത് വഴിയെ പറയാം. ഓക്കെ. പക്ഷെ എന്റെ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല, അതിന്റെ പുറകെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. സോ അത് ഞാൻ പറയാം. നമ്മുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആകാൻ മുന്നേ നമുക്കൊന്ന് ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കാം. ഓക്കെ. എല്ലാവരും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എല്ലാവരും ഞാൻ ആരെയും കണ്ടിട്ടില്ല. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് കണക്ഷൻ ഉണ്ട്, കണക്റ്റഡ് ആയിട്ടുണ്ട്. കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, ഈ ക്ലാസ്സിലായാലും വേറെ ഒരുപാട് ബാച്ചിലായാലും. ഓക്കെ. അപ്പോ നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാം പറയാം. ഓക്കെ. അപ്പൊ നിങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അല്ല കേട്ടോ, ഇത് എന്തായാലും ചെയ്തിട്ട് വരണം. ഷുവർ ആണ്. അപ്പൊ ഇന്ന് മുതലേ പ്രിപ്പയർ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നമ്മുടെ ക്ലാസ്. മറക്കരുത്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയുള്ളൂ. ഒരു 1 മിനിറ്റ് എങ്കിലും മാക്സിമം നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം. ഇങ്ങനെ കഥ പോലെ ഇങ്ങനെ പറയാം. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഓക്കെ. അതിനുശേഷം മാത്രമേ ഞാൻ ഈ ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ക്ലാസ് ഒക്കെ ഇനി കുറച്ചൊക്കെ ഉള്ളൂ. സംസാരിക്കട്ടെ ഇനി. കോൺഫിഡൻസ് കുറച്ചിങ്ങനെ കോൺഫിഡൻസ് വരണം. ഇതേപോലെ ഓരോരോ നമ്മുടെ എക്സസൈസ് ഞാൻ തരും, അത് ചെയ്യാം. ചെയ്യുന്തോറും നിങ്ങൾക്കത് കോൺഫിഡൻസ് കൂടും. ഇംഗ്ലീഷ് ഫ്ലുവൻസി ലെവല് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകും. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതെന്തായാലും ചെയ്തിട്ട് വരണം, മസ്റ്റാണ്, മറക്കരുത്. ഗ്രൂപ്പില്ലേ, വാട്സ്ആപ്പ് ഗ്രൂപ്പില്ലേ എവിടെയില്ലേ? സോ നിങ്ങൾ ഗ്രൂപ്പിൽ അത് മെൻഷൻ ചെയ്യാം, ഇൻഫോം ചെയ്യാം, എല്ലാവരോടും പറയാം. ക്ലാസ്സിലേക്ക് വരാത്തവര് കുറച്ച് പേരൊക്കെ ഉണ്ട്, അപ്പൊ അവരും കൂടെ അറിയട്ടെ. പിന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരും പറ്റുമെങ്കിൽ ചെയ്യാം, എല്ലാവരും ചെയ്യാം. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാൻ പറയുന്നത്, സംസാരിക്കാൻ പറയുന്നത് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോട്ട് എഴുതി വെക്കാൻ എളുപ്പമാണ്, സംസാരിക്കാനാ ബുദ്ധിമുട്ടുള്ളത്. ആ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അല്ല,
ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, സംസാരിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് വരാം. പ്രിപ്പയർ ചെയ്യുന്നതോറും കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം എന്തെങ്കിലും മിസ്സിനോട് പറയണം, അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ പറയണം എന്നൊരു ആഗ്രഹം വരും. മനസ്സിലായോ? അപ്പൊ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് വരാം. ഇൻഫോം ചെയ്യാം, എല്ലാവരും ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യണം. ക്ലാസ് കണ്ടോണ്ടിരിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാവരോടും കൂടിയാ പറയുന്നേ. മാക്സിമം പ്രാക്ടീസ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, ഷെയർ ചെയ്യണം, ഇവിടെ വന്ന് പറയണം. ഓക്കെ മാം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? കുറച്ചുപേര് മാത്രം പറയുന്നുള്ളൂ. എല്ലാവരും റെഡിയല്ലേ? പറഞ്ഞത് കൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കുക. ഓക്കെ, പേടിയും ടെൻഷനും ഇതുണ്ടെങ്കിലെല്ലാം മാറ്റി വെക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം മാറും, ഷുവർ ആണ്. അപ്പൊ ധൈര്യത്തോടെ വരാം. ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തത് ധൈര്യത്തോടെ കോൺഫിഡന്റ് ആയിട്ട് വരാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ മാം, ഷുവർ. ഷുവർ. അപ്പൊ ക്ലാസ് ഇപ്പോഴത്തെ എല്ലാം ക്ലിയർ അല്ലേ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടല്ലോ? മാക്സിമം ഇപ്പൊ പറഞ്ഞ മോഡൽ വെർബ് വെച്ചിട്ടൊക്കെ ഒന്ന് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി കയറാൻ പറ്റും. നാളെ എന്തോ നാളെ ഈവനിങ് മക്കള് ശബരിമലക്ക് പോകുന്നു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? എല്ലാരും പറയൂ. പോകൂ. നാളെ മൈ ചിൽഡ്രൻ go to the ശബരിമല tomorrow evening. അങ്ങനെയാണ്. മൈ ചിൽഡ്രൻ പറയാം. മൈ കിഡ്സ് പറയാം. മൈ കിഡ്സ് എന്തായാലും പോകും. അല്ലെ ജിൻഷ? ഷുവർ ആണ്. will go. മൈ കിഡ്സ് will go ശബരിമല tomorrow evening. അങ്ങനെയാണ്. അറിയാലോ? മൈ കിഡ്സ് will go to പറഞ്ഞിട്ട് കുഴപ്പമില്ല. go to ശബരിമല tomorrow evening. അല്ലെങ്കിൽ tomorrow evening my kids will go to ശബരിമല എന്ന് പറയാം. ഓക്കെ, സെന്റൻസ് പറ്റിയോ? ഇപ്പോ ക്ലിയർ ആയോ? യെസ് മാം. അപ്പോ സെന്റൻസ് പറയുമ്പോൾ ടെൻസ് ആണ് നോക്കണം, പിന്നെ ഷുവർ ആണ് നോക്കണം. അപ്പൊ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ വെർബ് വരും, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വരും. അത് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാം. നമ്മളെല്ലാവരും പ്രശ്നം അങ്ങനെ ആയിരുന്നു. മോഡൽ വെർബ് അറിയില്ല, ഓക്സിലറി വെർബ് അറിയില്ല, എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടെൻസ് ഏതാന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറും. ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ആർക്കെങ്കിലൊക്കെ? കുറച്ച് മാക്സിമം ട്രൈ ചെയ്യാം. ഇതേപോലെ മലയാളം വേർഡ്സ് ഒക്കെ നമുക്ക് സെന്റൻസ് ഒക്കെ ചോദിക്കാം, നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോ വൈൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ. മറക്കരുത്, അടുത്ത ക്ലാസ്സിൽ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.